ഏയ് പോരാ. എന്താ അഭിപ്രായം ഒക്കെ ഉള്ളത്? എന്ത് പുരുഷന്മാർക്കും വേണ്ടേ? സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ ഇവിടെ ഇതുള്ളൂ. അഭിപ്രായം അത് സ്ത്രീകൾക്ക് കൊടുത്ത പോലെ 60 വയസ്സ് മുകളിലുള്ള ആൾക്കാർക്കും കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര മുതൽ തുടങ്ങണല്ലോ. അപ്പൊ അതിനെ പറ്റി ചേട്ടൻ്റെ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ജനങ്ങൾക്ക് സാധാരണ സ്ഥിതിയിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് വലിയൊരു ഉപകാരമുള്ള കാര്യം. നല്ലൊരു കാര്യമായിട്ട് നമ്മൾ അംഗീകരിക്കും. നല്ല തീരുമാനമാണത്. ഒരുപാട് സ്കൂൾ കുട്ടികളായാലും ജോലിക്ക് പോകുന്ന ആൾക്കാരായാലും പോകാനും വരാനും സംബന്ധിച്ചിട്ട് നല്ലൊരു തീരുമാനമാണ് ഗവൺമെൻറ്റിനെ. ഇതിൻ്റെ മുന്നേ നടപ്പാക്കിയതാണല്ലോ പിന്നെ തമിഴ്നാട്ടിലും. അത് വിജയകരമായിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും അത് വിജയിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സാധാരണക്കാർ സ്ത്രീകൾക്കൊക്കെ ജോലിയില്ലാതെ വീട്ടമ്മമാർക്കൊക്കെ അത് വലിയൊരു ഉപകാരമാണത്. അത് നടപ്പിലാകണം, അത് തുടർന്ന് പോകണം എന്നാണ്. ഏയ് പോരാ. എന്താ അഭിപ്രായം ഒക്കെ ഉള്ളത്? എന്ത് പുരുഷന്മാർക്കും വേണ്ടേ? സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ ഇവിടെ ഇതുള്ളൂ. ഏത് സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ, പുരുഷന്മാർക്കും അതുപോലെ വേണമല്ലോ. ഓരോ കാറ്റഗറി കൊടുക്കാൻ കുഴപ്പമില്ല. പാവങ്ങൾക്ക് പിന്നെ BPL കാർഡ് അങ്ങനെ കൊടുക്കാൻ കുഴപ്പമില്ല. ഇത് 2 ലക്ഷം 3 ലക്ഷം ശമ്പളം വാങ്ങുന്ന സ്ത്രീകളത് ഉപയോഗപ്പെടുത്തുക, അതിൽ കാര്യമില്ല. അതിലേക്ക് എത്ര തൃപ്തിയില്ല. സ്ത്രീകൾക്ക് ഇത് ഉപകാരപ്പെടുമ്പോൾ ഉപകാരപ്പെടും, കുറച്ച് ഉപകാരപ്പെടും, പാവങ്ങൾക്ക് ഉപകാരപ്പെടും, പൈസക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ട്. 2 ലക്ഷം 1 ലക്ഷം ശമ്പളം വാങ്ങാൻ അവർക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ഇതിന് കാറ്റഗറി ആയിട്ട് കൊടുക്കണം, മനസ്സിലായില്ല? ഓരങ്ങനെ കൊടുക്കുമ്പോൾ അതിൽ കുഴപ്പമില്ല. നല്ല തന്നെയാണ്, നല്ല കാര്യം തന്നെയാണ്. അത് ഇങ്ങനെ ആവുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അത് സ്ത്രീകൾക്ക് കൊടുത്ത പോലെ 60 വയസ്സ് മുകളിലുള്ള ആൾക്കാർക്കും കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് മാത്രമല്ല, ഈ ടീച്ചേഴ്സ് പോകുന്ന ആൾക്കാർക്ക് വില 1 ലക്ഷം 1.5 ലക്ഷം റുപ്യ ശമ്പളം വാങ്ങുന്ന ആൾക്കാർക്കും ഇത് ഫ്രീ ആണ്. അത് മാറ്റിയിട്ട് അതിനുള്ളൊരു പരിഹാരം കാണും. പാവപ്പെട്ട ആൾക്കാർക്ക് ഇത് കൊടുക്കും.